നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നു വിദ്യാർത്ഥികളാണ് പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പാടം സന്ദർശിച്ചത്. സുരേഷ് ഗോപി MP നൽകിയ നിവേദനം നിരസിക്കപ്പെട്ട വയോധികന് CPIM വീട് വെച്ച് നൽകും. പുള്ളു സ്വദേശി കൊച്ചു വേലായുധനാണ് CPIM വീട് വെച്ച് നൽകുക. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പരിസ്ഥിതി ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കാർത്തിക്കിന് ആദരം. മുതിർന്ന മുത്തുകളാണ് ആദരം നൽകിയത്. വാർത്തകൾ വിശദമായി. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നു വിദ്യാർത്ഥികളാണ് പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പാടം സന്ദർശിച്ചത്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികൾക്കൊപ്പം അധ്യാപകരും ചേർന്നായിരുന്നു സന്ദർശനം. സ്കൂളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഉല്ലാസയാത്രയാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പൂക്കളും ആമ്പൽപ്പാടവും കുരുന്നുകൾ ആസ്വദിച്ചു. തുടർന്ന് സെൽഫി കോർണറിന്റെ മനോഹാരിതയും കണ്ടാണ് കുരുന്നുകളും അധ്യാപകരും മടങ്ങിയത്. സുരേഷ് ഗോപി MP നൽകിയ നിവേദനം നിരസിക്കപ്പെട്ട വയോധികന് CPIM വീട് വെച്ച് നൽകും. പുള്ളു സ്വദേശി കൊച്ചു വേലായുധനാണ് CPIM വീട് വെച്ച് നൽകുക. കഴിഞ്ഞ ദിവസം ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ കോൾനില കായലുകളാൽ ചുറ്റപ്പെട്ട പുള്ളിൽ കേന്ദ്ര സഹമന്ത്രിയുടെ കലുങ്ക് തറയിലിരുന്ന വികസന സംവാദം നടത്തിയിരുന്നു. നടി മഞ്ജു വാര്യരുടെ വീടിന് സമീപം കാർത്യായനി ക്ഷേത്രത്തിനു മുന്നിലെ ആൽത്തറയിലാണ് സംവാദം നടത്തിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടൻ ദേവനും ഒപ്പമുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ചോദ്യങ്ങളും നിവേദനങ്ങളുമായി മന്ത്രിയെ സമീപിച്ചു. പുള്ള, തായാട്ട്, കൊച്ചുവേലായുധനും മക്കളെ കൊണ്ട് എഴുതി തയ്യാറാക്കിയ നിവേദനവുമായി എത്തി. തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വീടിന്റെ പുനർനിർമ്മാണമായിരുന്നു 80 കഴിഞ്ഞ കർഷക തൊഴിലാളിയായ കൊച്ചുവേലായുധന്റെ നിവേദനത്തിലെ ആവശ്യം. എന്നാൽ കൊച്ചുവേലായുധന്റെ കടലാസിലെഴുതിയ നിവേദനം തുറന്നു വായിക്കാനോ വാങ്ങാനോ സുരേഷ് ഗോപി തയ്യാറായില്ല. ഇതൊന്നും കേന്ദ്രമന്ത്രിയുടെ പണിയല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെന്നാണ് ആരോപണം. സംഭവം അറിഞ്ഞ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധന്റെ ഒറ്റമുറിയിലുള്ള വീട്ടിലെത്തി. കൊച്ചുവേലായുധന്റെ വീടിന്റെ പുനർനിർമ്മാണം CPM ഏറ്റെടുക്കുകയാണെന്ന് KV അബ്ദുൽ ഖാദർ പ്രഖ്യാപിച്ചു. ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു. CPM ചെയർപേരിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സെബി ജോസഫ് പെല്ലിശ്ശേരി, KK അനിൽ, P ചന്ദ്രൻ, KS മോഹൻദാസ്, VR ബിജു, KR പ്രജിത്ത്, ചാഴൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി, ചാഴൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് M ശ്രീരാഗ്, കുറുമ്പിലാവ് ലോക്കൽ സെക്രട്ടറി CA ശങ്കരൻ, പുള്ളു ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് ശേഖേഷ് എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പരിസ്ഥിതി ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കാർത്തിക്കിന് ആദരം. മുതിർന്ന മുത്തുകളാണ് ആദരം നൽകിയത്. സർവകലാശാലയിൽ പരിസ്ഥിതി ഗവേഷണത്തിനായി അപേക്ഷ അയച്ചവരിൽ 19 പേരെയാണ് തെരഞ്ഞെടുത്തത്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് കാർത്തിക് മാത്രമാണ് ഉൾപ്പെട്ടത്. 4 വർഷത്തെ പഠന സമയത്തിൽ 1.80 കോടി രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഡോക്ടറേറ്റ് ലഭിച്ച ശാസ്ത്രജ്ഞനാവുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം കോട്ടക്കുഴി കിഴക്കേമഠത്തിൽ കൃഷ്ണസ്വാമിയുടെയും തെരുവശ്ശേരി തെക്കേമഠം പാർവതിയുടെയും ഏകമകനാണ് കാർത്തിക്. മുതിർന്ന മുത്തുകളിലെ അംഗമായ കുഞ്ഞിലെ മഠത്തിൽ നാരായണസ്വാമിയുടെയും ലക്ഷ്മി അമ്മാളിന്റെയും കോട്ടക്കുഴി കിഴക്കേ മഠത്തിൽ സുബ്രഹ്മണ്യന്റെയും രാധമ്മാളിന്റെയും ചെറുമകൻ കൂടിയാണ്. നമ്മുടെ നാട്ടുകാരൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനാണ്, എങ്കിലും നമ്മുടെ നിരീക്ഷണത്തിന് ഇങ്ങനൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. അതിനൊരു സംശയമില്ല. നമ്മുടെ വീട്ടിലത്തെ ഒരു കുട്ടി എന്നുള്ള മാതിരിക്ക് ആ കുട്ടിക്ക് കിട്ടിയ അഭിനന്ദനത്തിന് നമ്മൾ എല്ലാ വഴിയും, എൻ്റെ മാത്രമല്ല മുതിർന്ന മുത്തിലുള്ള എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവരും ഈ പെട്ടെന്ന് ഇങ്ങനൊരു ഇവൻ്റ് വെച്ചിട്ട് സ്വീകരണം തന്നതിന് ഭയങ്കര നന്ദിയുണ്ട്. അപ്പോൾ ഇവിടെ ഞാനും കുറേ പേരെ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ. കുട്ടിക്കാലത്ത് ഞാനിപ്പോൾ ഇവിടെ
LKG തൊട്ട് +2 വരെ സാന്റമറിയ അവിടെ തന്നെ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അരുന്ധതിൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാർത്തിക, കുറേ കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പോൾ ഈ അടുത്ത് കാർത്തികേൻ്റെ കല്യാണമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്താണ് ചേട്ടനെ കണ്ടത്. വേറെ പ്രസിഡന്റ് എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. ഞാൻ ഇപ്പോൾ 1 മാസം ആണ് വരുന്നത്, ഒരു കൊല്ലത്തിൽ. ഇപ്പോൾ ഓണം കൂടാൻ വേണ്ടി എല്ലാ കൊല്ലം വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കൊല്ലം കൂടാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി. ഇവിടെ മുത്തശ്ശിക്കും ഇങ്ങനെ അവാർഡ് കൊടുത്തത് ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മുത്തുമ്മത്തിന്. അപ്പോൾ അതിനും ഭയങ്കര നന്ദി. ചൊവ്വൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ചികിത്സയിലായിരുന്ന ഭർത്താവ് മരിച്ചു. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ 48 വയസ്സുള്ള രേഷാണ് മരിച്ചത്. ചൊവ്വൂരിനും പാമ്പൻ തോടിനുമിടയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ദമ്പതികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സിഗ്നൽ സന്ദേശം നൽകി റോഡ് മറികടക്കുന്നതിനിടയിലാണ് അപകടം. ഇതിനിടെ തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ഉടൻ തന്നെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ഭർത്താവ് രേഷ് മരിച്ചത്. ലക്ഷ്മി, കൃഷ്ണേന്ദു, മാളവിക എന്നിവർ മക്കളാണ്. ചൊവ്വൂർ YMCAയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടന്നു. ചൊവ്വൂർ YMCA ആളിലായിരുന്നു പരിപാടി. ചൊവ്വൂർ YMCAയിലെ മുതിർന്ന അംഗം MK ഫ്രാൻസിസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോബി ജോർജ് ഓണ സന്ദേശം നൽകി. പ്രോഗ്രാമുകൾ നമ്മൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഒക്ടോബർ മാസത്തിലെ ഗാന്ധി ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിങ്ങിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓണാഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് മാസത്തിലൊരു പ്രോഗ്രാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ നമ്മളെല്ലാവരും കൂട്ടമായിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ YMCA നാഷണൽ ലെവലിൽ ഒന്നാമതായിട്ട് മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഓണം കഴിഞ്ഞ വേളയിലും എല്ലാവർക്കും YMCAയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. വിമൻസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ഹൈവൈ നാഷണൽ സെക്രട്ടറി ജസ് മരിയാൻഡോ, ലൂസി ഫ്രാൻസിസ്, മാനുവൽ ലിൻഡോ എന്നിവർ മുഖ്യാതിഥികളായി. പ്രോഗ്രാം കൺവീനർ ജോർജ് ആൻഡോ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജൂലി ജോർജ്, ലീന ലാസർ, ടീന ജോബി, ഫെമി ലിൻഡോ, സെക്രട്ടറി ജോസഫ് പുളിക്കൻ, ട്രഷറർ പോൾസൺ മാറോക്കി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, ഓണപ്പാട്ടുകൾ, തിരുവാതിര കളി എന്നിവയ്ക്ക് ശേഷം ഓണസദ്യയും ഉണ്ടായിരുന്നു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു. ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഗ്രന്ഥശാലയുടെ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം ഗ്രന്ഥശാല സന്ദേശം നൽകി. അധ്യാപിക ശ്രീകലയിൽ നിന്ന് ഗ്രന്ഥലോകത്തിന്റെ വരിസംഖ്യ വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് സ്വീകരിച്ച ഗ്രന്ഥലോകം ക്യാമ്പയിന് തുടക്കമിട്ടു. വൈകിട്ട് അനന്തു ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബാലവേദി കുട്ടികളുടെ കാവ്യാലാപനവും മറ്റ് കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. ബാലവേദി കൺവീനർ KV മിനി നേതൃത്വം നൽകി. തുടർന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ അക്ഷരദീപം തെളിയിച്ചു. വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി, ജോയിന്റ് സെക്രട്ടറി PB സുധീർ, സജീവൻ മുളങ്ങിൽ, MS രവീന്ദ്രൻ, KC വിശ്വംഭരൻ, ജിജി സുനിൽ, രേഷ്മ മനോജ്, KS അജയൻ, ലൈബ്രറിയൻ രാധാരഞ്ജൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റുമായ KK ഭാഗ്യനാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അരുൺ, വൈസ് പ്രസിഡന്റ് KP വോഗീസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് KG രതീഷ്, സെക്രട്ടറി ശരത് ഗോപി, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, സെക്രട്ടറി ബിജി ബെന്നി, ട്രഷറർ സുബൈദ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മെമ്പർമാർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു. പരിപാടിയിൽ മാവേലിയായി വന്ന മെമ്പർ ടോണിയുടെ പ്രകടനം ശ്രദ്ധേയമായി. പുള്ളിൽ സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാതെ മടക്കി അയച്ച കൊച്ചു വേലായുധനെ വീട്ടിലെത്തി സന്ദർശിച്ച് CC മുകുന്ദൻ MLA. വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നറിയിക്കുകയായിരുന്നു സന്ദർശന ലക്ഷ്യം.
വീട്ടിലെത്തിയ MLAക്ക് കൊച്ചുവേലായുധൻ നിവേദനം കൈമാറി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിലാണ് വീടിനു മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര തകർന്നത്. അന്ന് വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് സുരേഷ് ഗോപി MP ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകാനെത്തിയത്. എന്നാൽ സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവരും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പെരിഞ്ചേരി ശ്രീ പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭയാത്ര നടന്നു. ശ്രീകൃഷ്ണ രാധാവേഷം ധരിച്ച 100ഓളം കുട്ടികൾ ശോഭയാത്രയെ ശ്രദ്ധേയമാക്കി. ഗോപികാ നൃത്തവും മുറിയടിയും ഇതോടനുബന്ധിച്ച് നടന്നു. ശ്രീകൃഷ്ണ രാധാകൃഷ്ണ വേഷധാരികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അവൻശ്ശേരി നഗരത്തിന്റെ സഹസംഘചാലക് CN നരേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ AR അരുൺ, നിഖിൽ, PS കലേഷ്, CS സുജിത്ത്, MS ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവ മത്സരങ്ങൾ സമാപിച്ചു. 3 മാസം നീണ്ടുനിന്ന മത്സരങ്ങൾക്കാണ് സമാപനമായത്. KK രാമചന്ദ്രൻ MLA കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശശിധരൻ നടുവിൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്മരണികയുടെ പ്രകാശനം സംവിധായകൻ പ്രിയനന്ദനന് നൽകി MLA നിർവഹിച്ചു. ഓണാഘോഷ ഗ്രാമോത്സവ പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് അധ്യക്ഷനായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ഓണാഘോഷ ഗ്രാമോത്സവ കൺവീനർ PK നിഖിൽ, ഓണാഘോഷ കമ്മിറ്റി ട്രഷറർ CS വൈശാഖ്, മെമ്പർമാർ, നാട്ടുകാർ, വിവിധ കലാസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ വിജയികളായ യുവജന സമിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർച്ച് പാസ്റ്റിന് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ JN നമ്പ്യാർ സല്യൂട്ട് സ്വീകരിച്ചു. വൈകിട്ട് നന്ദുണിപ്പാട്ട്, കോൽക്കളി, കുമ്മാട്ടി, ഐവർകളി, ദഫ്മുട്ട്, ദാരികൻ തുള്ളൽ, പുള്ളുവൻ പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, പുലികളി, ഏകാഭിനയം, പ്രച്ഛന്നവേഷം, നാടകങ്ങൾ എന്നിവ അരങ്ങേറി. ഗാനമേള, ഭരതനാട്യം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, ഓട്ടൻതുള്ളൽ, മാർഗം കളി, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികൾ, നാടൻപാട്ട് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് നടന്നത്. 183 പോയിന്റോടെ സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 1ാം സ്ഥാനം നേടി. 157 പോയിന്റ് നേടിയ പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചാത്തക്കുടത്തിനാണ് 2ാം സ്ഥാനം. മഹാരസികൻ പിടിക്കപ്പറമ്പ് 143 പോയിന്റുമായി 3ാം സ്ഥാനവും 138 പോയിന്റ് നേടിയ ടീം കോമ്പാറ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. തൊട്ടിപ്പാളിറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറി അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നത് ദുരന്തമൊഴിവാക്കി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് റോഡിൽ നിന്ന് ബസ് തെന്നി മാറിയത്. തുടർന്ന് ബസ് റോഡിന് കുറുകെ നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻഭാഗം റോഡിന്റെ അരികിലുണ്ടായിരുന്ന പൈപ്പിൽ തട്ടി നിന്നതിനാൽ പാടത്തേക്ക് മറിഞ്ഞില്ല. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് അല്പനേരത്തേക്ക് ഗതാഗത തടസ്സം നേരിട്ടു. ബസ് യാത്രക്കിടെ യുവതിക്ക് മാനഹാനി വരുത്തിയ കേസിൽ വൃദ്ധൻ അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശി പഴയടത്ത് വീട്ടിൽ 65 വയസ്സുള്ള മുരളീധരനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. ഗുരുവായൂരിൽ നിന്ന് പറവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലാണ് സംഭവമുണ്ടായത്. ബസ്സിലെ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാർ ഉണ്ടായതിനാൽ യുവതി നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. ഇതിനിടെ ചേറ്റുവ പാലം കഴിഞ്ഞയുടൻ പുറകിൽ നിന്നിരുന്ന പ്രതി യുവതിയെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ച് മാനഹാനി വരുത്തുകയായിരുന്നുവെന്നാണ് പരാതി. പലതവണ സ്പർശനം ആവർത്തിച്ചതോടെ തിരക്ക് കാരണമെന്ന് കരുതി യുവതി മുന്നിലേക്ക് കയറി നിന്നു. എന്നാൽ പ്രതി വീണ്ടും യുവതിയെ പുറകിലെത്തി സ്പർശിക്കുകയും അശ്ലീലമായി സംസാരിക്കുകയും ചെയ്തു. ഇതോടെ യുവതി ബഹളം വെച്ച് പ്രതികരിച്ചു. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO NB ഷൈജു, SI ജയകുമാർ, ഗ്രേഡ് സീനിയർ CPO സുരേഖ്, CPO റിഷാദ് എന്നിവരും ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി.
ഫോൺ 9539080053. പഠനത്തോടൊപ്പം ചെണ്ടുമല്ലിപ്പാടത്തെ നിറഭംഗി ആസ്വദിച്ച് കുരുന്നുകൾ. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിലെ കുരുന്നു വിദ്യാർത്ഥികളാണ് പൂത്തറയ്ക്കൽ പാതയോരത്തെ ചെണ്ടുമല്ലിപ്പാടം സന്ദർശിച്ചത്. സുരേഷ് ഗോപി MP-ക്ക് നൽകിയ നിവേദനം നിരസിക്കപ്പെട്ട വയോധികന് CPIM വീട് വെച്ച് നൽകും. പുള്ളു സ്വദേശി കൊച്ചു വേലായുധനാണ് CPIM വീട് വെച്ച് നൽകുക. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പരിസ്ഥിതി ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട കാർത്തിക്കിന് ആദരം. മുതിർന്ന മുത്തുകളാണ് ആദരം നൽകിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.